നമ്മുടെ ജീവിതയാത്രയിലും വിശ്വാസയാത്രയിലും പല കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളതായിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും അതെല്ലാം നമുക്ക് ലഭിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ദൈവം അപേക്ഷിക്കുന്നവരുടെ നിലവിളിയൊക്കെ കേൾക്കുമോ? നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ആഗ്രഹങ്ങളൊക്കെ ദൈവം മനസ്സിലാക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ട്. ദൈവം നമ്മുടെ ഉള്ളിലെ ആഴത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെയും കാണുന്നവനാണ്. ഈ ആഗ്രഹങ്ങൾ നമ്മൾ ഒരിക്കലും വാക്കുകളായി പോലും അവനോട് പറയാത്തതാകും. പക്ഷേ അതിനുമൊക്കെ അപ്പുറം അതിനെ നമ്മളെക്കാൾ മുന്നവേ നമ്മുടെ ആഗ്രഹങ്ങളെ അറിയുന്നവനാണ് ദൈവം. ദാവീദ് രാജാവിനുണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെയും ദൈവം നടത്തിക്കൊടുത്തതായിട്ട് നമ്മൾക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, ദൈവ സാന്നിധ്യത്തിനായിട്ടുള്ള ആഗ്രഹങ്ങൾ, അല്ല നമ്മുടെ ആത്മപരിഷ്കാരത്തിനുള്ള ആഗ്രഹം, ആത്മീയ വളർച്ചയ്ക്കായിട്ടുള്ള നമ്മുടെ ശ്രമങ്ങൾ, നമ്മുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ, ഇതിനെയൊക്കെയും നമ്മളെ മാനിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. നമ്മുടെ വായിലൂടെ ഉച്ചരിക്കുന്ന അപേക്ഷകളെ ദൈവം തൃപ്തിപ്പെടുത്തുന്നവനാണ്. ദൈവം വെറുതെ ഒരു ഉത്തരമല്ല നമുക്ക് നൽകുന്നത്. അവൻ പര്യാപ്തവും സമൃദ്ധവുമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് നമുക്ക് നൽകുന്നത്. ദൈവം നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ മീതെയായിട്ടാണ് നമുക്ക് നൽകുന്നത്. നമ്മളെ കരുതി സ്നേഹപൂർവ്വം കാക്കുന്നവനാണ് ദൈവം. ദൈവം ഹൃദയങ്ങളെ അറിയുന്നവനാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ അവനെപ്പോലെ ആർക്കും അറിയുകയില്ല. ദൈവം അപേക്ഷ കേൾക്കുന്നവനാണ്. വിശ്വാസത്തോടെ ഉച്ചരിക്കുന്ന ഓരോ വാക്കും അവൻ്റെ സിംഹാസനത്തിൽ എത്തുന്നുണ്ട്. ദൈവം നമ്മളെ തൃപ്തിപ്പെടുത്തുന്നവനാണ്. നമ്മുടെ അഭിലാഷങ്ങൾക്ക് മീതെയുള്ള അനുഗ്രഹം അവൻ നൽകുന്നവനാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഹൃദയത്തിലൊരാഗ്രഹമുണ്ടോ? ഒരുപാട് കാലമായി ദൈവം ഉത്തരം തരാത്ത പ്രാർത്ഥനകൾ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ശാന്തതയോടെ നമുക്ക് കർത്താവിനെ സമീപിക്കാം. അവനെല്ലാം കാണുന്നു, അവനെല്ലാം കേൾക്കുന്നു, അവൻ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നു. പത്രോസ് തൻ്റെ കുറ്റങ്ങൾ സമ്മതിച്ചപ്പോൾ ദൈവം ക്ഷമിച്ചു. ഇയ്യോബ് ദുഃഖത്തിൽ കരഞ്ഞപ്പോൾ ദൈവം അവൻ്റെ പ്രാർത്ഥനയെ അവഗണിച്ചില്ല. ഹന്നായുടെ തകർന്നു നുറുങ്ങിയുള്ള പ്രാർത്ഥനയ്ക്ക് അവളുടെ ഹൃദയത്തിൽ പുളകമുണ്ടാക്കി മറുപടി കൊടുത്ത ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്കും മറുപടി നൽകും. സങ്കീർത്തനങ്ങൾ 21 അധ്യായം 2 വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.